ഞാൻ ചുമ്മാ ഇളക്കി വീഡിയോ എടുത്തയാ. അവൾക്ക് വിഷമം ഉണ്ടോടാ? ഇതെന്തോ ഫ്രൈയാ? ഇത് പതക്കരകളാണോ? പതക്കരകൾ എനിക്ക് കൊണ്ടുവന്നെയാണോ? അമ്മ ഞാൻ തിന്ന. മാമിയുടെ വീട്ടിൽ പോകും. ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ½ കിലോ. ഞാൻ ചപ്പാത്തി തിന്നാൻ പോവാണ് ഗൈസ്. ഇതിന്റെ കൂടെ പതക്കരളും ചപ്പാത്തിയും. ഉറങ്ങുന്ന ആൾക്കാരെ ഇങ്ങനെ വിളിച്ചുണർത്തരുത്. മഴയായാലും വെയിലായാലും നിങ്ങൾക്ക് പുറകിൽ നടക്കാമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞ ലോൺ ക്രെഡിറ്റ് ചെയ്യും. നമുക്കാണെങ്കിൽ കാനറ ബാങ്കിൽ നിന്ന് അമ്മയ്ക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിത്തല്ലോ. ഞങ്ങളുടെ വീട് എവിടെയാ? കോട്ടക്കോട്. എന്റെ ഫോട്ടോ എടുക്കാൻ ുള്ളത് നമുക്ക് ഒരു 4 കിലോ ഇറച്ചിയുള്ളൂ. 4 കിലോ ഇറച്ചിയുള്ളൂ. അത് കൂട്ടിയാൽ മതിയല്ലോ. ആ സാധനങ്ങളോ? അതൊക്കെ കൈ വെക്കുക. ഇല്ലയോ? അള്ളാഹ് നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ മകനിക്ക് കൈ നിന്നിട്ട് പോയി. ആരാ അവിടെ നിന്ന് ഒരു പല്ല് കണ്ടായിരുന്നു. This is our Anurag sir. ഞങ്ങളുടെ സൂപ്പർവൈസർ ആണ്. ഹായ് പറയൂ സൂപ്പർവൈസർ. നമസ്തേ. കറക്റ്റ് 20. ഓക്കെ സെറ്റ്. ഇതാര് പൊക്കും? നമസ്കാരം. ഉരുണ്ട ഏതോ സാധനം എന്ന് പറയുന്നത്. ഉരുണ്ട ഏതോ സാധനം ഇരിക്കുന്നുണ്ട്. അങ്ങനല്ല തിരിച്ചെടുക്കാൻ പറഞ്ഞാ. 20 കിലോ ഉണ്ട്. നമ്മള് ഈ 20 കിലോ ഇനി കുറയ്ക്കണം. 22 കിലോ ആക്കി മാറ്റാൻ പോകും. അപ്പൊ നമ്മൾ ഈ പേരൊക്കെ ഇങ്ങനെ പറക്കി മാറ്റണം. എന്താ ഫ്രൂട്ട്സ് കളയോ? അമ്മ ഗൾഫിലെ ഒരെണ്ണത്തിന് 100-200 രൂപ വെച്ചങ്ങ് വിറ്റാതെ അവിടെ അമ്മ ഫ്രൂട്ട്സ് അവിടെ വിൽക്കാനാണ് ഗായ്സ് പോകുന്നത്. ഇത്രയും പേരൊക്കെ ഞാൻ അവിടെ വാങ്ങിക്കണമെങ്കിൽ 5 കിലോ. അമ്മ അതങ്ങനെ ഈ തുറച്ച് പേരയ്ക്ക് നമ്മൾ കവറിലാക്കി അമ്മയുടെ ഹാൻഡ് ബാഗിലാക്കുവാണ്. ഈ പേരക്കയുടെ കഥ ഓർമ്മയുണ്ടോ? പേരക്കയുടെ കഥ ഓർമ്മയുണ്ടോ? ഫ്ലൈറ്റ് മിസ്സായത്. രണ്ടിന്റെ ഉണ്ട് വലുതും മേടിച്ചു. ഇനി അമ്മയൊക്കെ ചെറുത് പിടിച്ചില്ലെങ്കിലൊന്ന് എടുത്തോ നീ? കുളി നനയില്ലാതിരിക്കുന്ന പോലുണ്ട്. കഴിഞ്ഞോ? ഇതിന് അവിടെ പോയി വറുത്ത് തിന്നണം. ഇതിനൊന്നും വേണ്ട. നമുക്ക് ഒരു 12 മണിയാകുമ്പോ പോയാൽ മതിയോ? എനിക്ക് വേണോ? വേണ്ട. കറക്റ്റ് ആയിരിക്കും 22 കിലോ. നമ്മൾ 2 കിലോ എടുത്തില്ലേ? ഇതിങ്ങനെ ഇവിടെ വെക്കണം. അഴ കിടന്ന്
വെയിറ്റ് 22 കിലോ ആവണം. അപ്പം അതിനിങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചോണ്ടിരിക്കുക. ഇറച്ചി മൊത്തം 4 കിലോ ഉണ്ട്. എക്സ്ട്രാ എന്തോ ജമീലമ്മ വാഴക്കൂമ്പ് കൊണ്ടുവന്നു. ജമീലമ്മയും വന്നിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് അമ്മ അവിടെ പിടിപാട് കിട്ടു. നാരങ്ങ വാങ്ങി, സോഡ വാങ്ങി, പഞ്ചസാര വാങ്ങി. നമ്മളിത് നാരങ്ങ വെള്ളം കുടിക്കാൻ പോവാണ് ഗൈസ്. ഇങ്ങനെ പിടിച്ചോണ്ടോ മതിയോ? എന്നാ പോ. ഞാൻ ആ പിടുത്ത പിടിക്കത്തേ വേണ്ട, ഒന്നും അരക്കുന്നില്ല. നീ പിടിക്കേ മോളെ. Ta-da! Thanks. Oh! എൻ്റെ മുഖം കണ്ടോ, ഫുള്ള് ടാൻ അടിച്ചിരിക്കുകയാണ്. മൊത്തം ശ്രദ്ധിക്കാതെ മൂക്കിൻ്റെ തുമ്പത്തൊരു കുരു വരുന്നുണ്ട്. എന്നാലും അത്രയും 10 മണിയാകുമ്പോൾ ഇറങ്ങും കേട്ടോ. അപ്പം അതിന് മുന്നേ റെഡി ആവണം. ഞാൻ വിചാരിച്ചു മുഖമൊക്കെ ഒന്ന് റെഡിയാക്കി കുളിച്ചിട്ട് വരാമെന്ന്. സോ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഫ്രഷായി റെഡിയായി മതി. ഫോണിൽ ചാർജ് ഒട്ടുമില്ല. ഞാൻ മുഖമൊക്കെ ഒന്ന് ഫസ്റ്റ് ക്ലെൻസ് ചെയ്തെടുത്തിട്ട് പീൽ ഓഫ് മാസ്ക് ഇടാമെന്ന് വെച്ചു. പപ്പായയുടെ എനർജി കോസ്മെറ്റിക്സിൻ്റെ പപ്പായ ക്ലെൻസറാണിത്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പീൽ ഓഫ് മാസ്ക് ഇടാം. അപ്പോൾ ഗൈസ് ഞാൻ പോയി കുളിച്ചിട്ട് വരാം.
സത്യമാണ് ഞാൻ അമ്മയും അമ്മ മോളും വെള്ളം കുടിക്കണം. എനിക്ക് വിഷമമുണ്ടോ? ഇപ്പം ശീലമായല്ലേ? എൻ്റെ ക്യാമറ മറിച്ച് കൊള്ളാം. നമ്മളിതൊന്ന് പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകുമ്പോലും പറ്റിയില്ലല്ലോ. നമുക്ക് എവിടെ തൂറ്റി. ദിസ് ഈസ് അമ്മാസ് ഔട്ട്ഫിറ്റ്. അനുസരിച്ച് ജീവിച്ചാൽ കുഴപ്പമില്ലല്ലോ. കവിത കരയുന്നു ഞാൻ വന്നു. സമയം 10 മണി കഴിഞ്ഞു. 10 സമയം ആയിരുന്നു. ഇനി പിന്നെ സാധനങ്ങളെല്ലാം കയറ്റിയോ? ഇല്ലടാ, അതിനകത്ത് പേരയ്ക്ക് ഇറങ്ങിയിട്ട് ഒരു വാഴക്കൊണ്ട് അവിടെ തീ പിടിച്ചു. മറ്റേ ഹെൽമെറ്റ് എടുത്ത് പേരയ്ക്ക് കൊണ്ടുവച്ചായിരുന്നോ? ആ എനിക്കറിയാം. ഇന്ന് മൊത്തം ഞാൻ ഓടുമായിരുന്നു. എന്തോനാന്ന് പോലും എനിക്കറിയത്തില്ല. ഗൈസ് നമ്മൾ എയർപോർട്ടിൽ പോവാൻ ഗൈസ്. ഫോണിൽ ചാർജർ ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ. ഡോണ്ട് വറി മമ്മ, ദാറ്റ്സ് ലൈഫ്. Nobody gives a shit. ഇതാണ് നമ്മുടെ ഹാൻഡ് ബാഗ്. അതിൻ്റെ ചാർജറിൻ്റെ വള്ളി, നമ്മുടെ സൈഡ് ബാഗ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അതിലാണ് ഞങ്ങൾ അച്ഛൻ കൂടെ കൊണ്ടുവിടുന്നത്. ഇവിടെ കൂടിയാൽ സ്പീഡ് ആയിരിക്കും. പക്ഷെ കേറി പോകുമ്പോഴേ ഹിലക്സിയെ കാണാവുള്ളൂ. അല്ല, പാമ്പ്. നൈറ്റ് ലൈഫ് കണ്ടോ മോളെ? കണ്ടാ? ഈ നൈറ്റ് ലൈഫ് ഒന്നും നമുക്ക് പറ്റത്തില്ല. അമ്മയുടെ ചെരുപ്പ് പൊട്ടി. ഞങ്ങൾ രാത്രി 12:30 ആയപ്പോൾ ഫെവിക്വിക്ക് ഒരു ട്രിവാൻഡ്രത്തുനിന്ന് കണ്ടുപിടിച്ചെടുത്ത് ലാസ്റ്റ് ചെരുപ്പ് പൊട്ടിച്ചു. ഇത് മൂടുന്നില്ല കേട്ടോ. രണ്ട് പേരൊക്കെ വാങ്ങിക്കിയ പോലെ ആയി പോവും. എല്ലാം കൂടെ ഒട്ടിയിരിക്കുവോ? ഇതിന്റെ കവർ ഉണ്ടടാ. കവർ അതിനകത്ത് ഒട്ടിയിരിക്കുമല്ലോ. ഇതിന് കൊള്ളത്തില്ല. ഇനി ഒന്നുകൂടെ പൊട്ടുവാതെ ഇപ്പൊ ഇട്ടല്ലേ. പോയി ചെരുപ്പ് പൊട്ടി, എന്റെ കാല് പൊട്ടി. കാല് പൊട്ടിയോ? ഇപ്പൊ ഇടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇളകിയൊന്നോ? തൊടല്ലേ ഇളകിപ്പോയോ? പിന്നെ ഒട്ടിച്ചോ? അത് പൊട്ടി കാണും. ഇനി ഞാൻ തൊട്ട് നോക്കട്ടെ. ഇതുണ്ട്, എന്റെ കൈ പൊട്ടി. ഇത് നൈസ് തുണിയാട്ടോ. ഉണങ്ങട്ടെ കാണിക്കട്ടെ. ചെരുപ്പ് കിടന്നെടുത്ത് പൊട്ടി. ഒരു ഓപ്ഷൻ ഉണ്ട്, വെയിറ്റ് ചെയ്യും. ബാക്കിൽ അമ്മാടെ ഒരു ചെരുപ്പ് ബാഗ് കിടപ്പുണ്ട്. അത് ചിലപ്പോ ചെരുപ്പ് കാണും. എയർപോർട്ടില് ഇത് കിട്ടുമോ? അത് ഇപ്പോഴും ഇടരുതായിരുന്നു, ഇടുന്നില്ല. എന്റെ ഫ്രണ്ടൊക്കെ ഞാൻ പറഞ്ഞ തുണി വെച്ച് വിടറാ. ഇപ്പൊ എന്റെ കയ്യിലാക്കാം. പക്ഷേ അല്ല വേണ്ട ഇട്ടോ? ഇപ്പൊ റെഡിയോ ഇട്ടോ? ഇല്ല. കാല് കെട്ടിയിട്ടിരുന്നതുകൊണ്ട് പോയില്ലെന്ന്. ഗൈസ്, അമ്മ പോന്ന്. എനിക്ക് എടാ അവിടെ ആൾക്കാര് നോക്കടാ.
പാസ്പോർട്ട് പാസ്പോർട്ടെല്ലാം എടുത്തോ? പേടിപ്പിക്കാം. അമ്മ എടുത്തോ അമ്മ. എവിടെ ഇവിടുന്നാണ് കയറുന്നത്? പോവാണോ? ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നത്. ഇവിടുന്നാണ് കയറുന്നത്. എവിടെ നിന്നും കയറിയത്? ആ നമ്മുടെ ഇഷ്ടമല്ലേ. നെടുമ്പാശ്ശേരി 7 വർഷം. ഹലോ ഗായ്സ്, ചിഹ്നം മാത്രം കമ്പനിയുടെ വാങ്ങിക്കുന്നത്. അങ്ങനെ അമ്മ അകത്തോട്ട് കയറിയിട്ടാണ്. ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയിട്ട് വിളിക്കും. റിവേഴ്സ് ഇട്ട് നമുക്ക് നേരെ ഒന്നുകൂടെ പോയി നോക്കിട്ട് വരാം. അത് ടേസ്റ്റ് ചെയ്തില്ല. ചോട്ടോക്കരാണ് ബ്രൗണിയുടെ പുറത്ത്. കഴിച്ചെടുത്തോണ്ടാ പോകുന്നൊരു സ്ഥലം. ഇത് തന്നെ ഇട്ട് തന്നാ പോലെ. അല്ല, അതിനകത്ത് കേട്ട് കൺമണിയുടെ കണ്ണനായി വാ, കളമൊഴിയുടെ തോഴനായി വാ. പിന്നെ അമ്മ അവിടെ സേഫായിട്ട് എത്തിയെന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹാപ്പി അല്ല, സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ലൈഫിൽ ഒരു പാട്ടല്ലേ. ഇതിപ്പോൾ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന സംഭവം ആയതുകൊണ്ട് വലിയ സങ്കടമൊന്നും ഇല്ല. ഇത്ര ദിവസം നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ മനസ്സിലൊരു വിഷമം. അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് വരാം. ഇതിനെപ്പറ്റിയൊക്കെ പോയി പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ബെഡിൽ നിന്ന് എണീറ്റതേ ഉള്ളൂ.